ഹലോ, ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. കണ്ണപ്പം അല്ലെ കണ്ണൂരപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടത് ജീരകശാല റൈസാണ് വേണ്ടത്. അതൊരു 3 മണിക്കൂർ കുതിർത്ത് ഞാൻ കഴുകി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 3 മണിക്കൂറെങ്കിലും ഇത് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം വെള്ളത്തിൽ. അതിനുശേഷം ഒരു മീഡിയം സൈസ് ഹോൾ എഗ്ഗ് ഞാൻ ഇതിൽ മുഴുവനായിട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിന് 3/4 കപ്പ് തേങ്ങയും കൂടെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മഷി പോലെ നമ്മൾ അരച്ചെടുക്കണം. നന്നായിട്ട് അധികം കട്ടിയും പാടില്ല, അധികം ലൂസും ആവാൻ പാടില്ല. ഇതിൽ കുറച്ച് ഉപ്പും ഇട്ട് കലക്കി നമുക്ക് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഈ സമയം ഞാൻ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്ത് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പിട്ട് കുക്കറിൽ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരു പാനിൽ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ഇതിലേക്കിട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ചിക്കി എടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വരണം. ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി ഒരു ചെറിയൊരു ഇതായിട്ട് വരണം. ഇതിലേക്ക് നമ്മളിപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. സെയിം പാൻ തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു മീഡിയം സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് ഒരു ചെറിയതായിട്ട് വെന്ത് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇതിലേക്ക് ഇട്ട് വേണമെങ്കിൽ ചിക്കൻ മസാലയും കൂടെ ഇടാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇട്ടില്ല. ആ ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ട് ഒന്ന് ചിക്കി എടുക്കണം. നമുക്ക് ഇത് സെയിം റെസിപ്പി ബീഫിലും ഉണ്ടാക്കാം കേട്ടോ. ബീഫിലും ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഇപ്പം ചിക്കനേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഇതിലേക്ക് ഞാൻ ഇനി ഇടാൻ പോകുന്നത് മല്ലിയിലയാണ്. കുറച്ച് 1 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ ഇട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് തടവിയതിന് ശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന അടിച്ചു വെച്ച മാവില്ല അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അത് ഇതിലേക്ക് നമ്മൾ ഓരോ കുഴിയിലേക്കും കുറച്ചായിട്ട് ഒഴിച്ചു, ഫുൾ ഒഴിക്കരുത്, കുറച്ച് ഒഴിച്ച് എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കനില്ലേ അത് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. ഫുള്ള് ഇട്ട് കൊടുക്കുമ്പോൾ ഇതങ്ങ് പുറത്തേക്ക് വരും. അതുകൊണ്ട് കുറച്ചായി ഇട്ട് കൊടുത്ത് ഫുള്ളാക്കിയതിന് ശേഷം നമുക്ക് ഇത് സ്റ്റീം ചെയ്തെടുക്കണം. ഒരു 10-15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്ത് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റാവൂ, അല്ലെങ്കിൽ അടി പിടിക്കാറുണ്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഹെൽത്തിയായ അധികം എണ്ണയൊന്നുമില്ലാത്ത ഒരു കണ്ണപ്പം